നമസ്കാരം. പ്രധാന വാർത്തകൾ. മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വേദനയുടെ ആഴം പറയാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വിശദമായ അന്വേഷണം വേണമെന്നും ഇപ്പോൾ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക അന്തിമമാകരുതെന്നും സണ്ണി ജോസഫ്. പ്രായം, സാമ്പത്തിക സ്ഥിതി എന്നിവ കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നൽകണമെന്നും പോരായ്മകൾ ഉണ്ടായാൽ ചൂണ്ടിക്കാട്ടുമെന്നും KPCC അധ്യക്ഷൻ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി മരിച്ചു. മുതുതല കോഴിക്കോട്ടിരി കുളിക്കാം വളപ്പിൽ 45 വയസ്സുള്ള പ്രവീണാണ് മരിച്ചത്. സ്വച്ഛ് സർവേഷൻ പരിശോധനയ്ക്കായി ഷൊർണൂർ നഗരസഭ ഒരുങ്ങുന്നു. ഈ വർഷത്തെ സ്വച്ഛ് സർവേഷൻ പരിശോധനയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥ ടീം മെയ് 2-ാം വാരത്തിൽ ഷൊർണൂരിലെത്തും. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ GFC 3 സ്റ്റാർ പദവിയിലുള്ള ഷൊർണൂർ നഗരസഭ 5 സ്റ്റാർ പദവി നേടിയെടുക്കാനുള്ള പരിശ്രമത്തിൽ. കുടിവെള്ളം കിട്ടാക്കനി. കുടങ്ങളും പാത്രങ്ങളുമായി സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി. സമരക്കാർ ചെളി കലർന്ന വെള്ളം കുപ്പികളിലാക്കി പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ സമർപ്പിച്ചു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധം. ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ കെട്ടിടത്തിന്റെ സീലിംഗ് സിമന്റ് പാളികൾ അടർന്നു വീണ നിലയിൽ. കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് കോൺക്രീറ്റ് കമ്പികൾ പുറത്തു കാണുന്നു. ശോചനീയാവസ്ഥയെ തുടർന്ന് സ്റ്റോറിന്റെ കുറച്ചു ഭാഗം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിൽ. അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന് പ്രാരംഭ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വേദനയുടെ ആഴം പറയാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വിശദമായ അന്വേഷണം വേണമെന്നും ഇപ്പോൾ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക അന്തിമമാകരുതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രായം, സാമ്പത്തിക സ്ഥിതി എന്നിവ കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നൽകണമെന്നും പോരായ്മകൾ ഉണ്ടായാൽ ചൂണ്ടിക്കാട്ടുമെന്നും സണ്ണി ജോസഫ് തൃശൂരിൽ പറഞ്ഞു. ഞാൻ മലയാളികൾ മാത്രമല്ല, രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു വലിയ ദുരന്തമാണ് തൃശ്ശൂരിലുണ്ടായത്. അതിൻ്റെ വേദനയുടെ ആഴം പറയാൻ കഴിയാത്തതാണ്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി മരിച്ചു. മുതുതല കോഴിക്കോട്ടിരി കുളിക്കാം വളപ്പിൽ 45 വയസ്സുള്ള പ്രവീണാണ് മരിച്ചത്. 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സ്വച്ഛ് സർവേഷൻ പരിശോധനയ്ക്കായി ഷൊർണൂർ നഗരസഭ ഒരുങ്ങുന്നു. ഈ വർഷത്തെ സ്വച്ഛ് സർവേഷൻ പരിശോധനയുടെ ഭാഗമായി സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ടീം മെയ് 2-ാം വാരത്തിൽ ഷൊർണൂരിൽ എത്തിച്ചേരും. നിലവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ GFC 3 സ്റ്റാർ പദവിയിലുള്ള ഷൊർണൂർ നഗരസഭ 5 സ്റ്റാർ പദവി നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. സംസ്ഥാന സർക്കാരിന്റെ പല പുരസ്കാരങ്ങളും നേടിയെടുത്ത ഷൊർണൂർ നഗരസഭ ഇനിയും മറ്റു പല നേട്ടങ്ങൾ എത്തിപ്പിടിക്കാനുള്ള പരിശ്രമത്തിലാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് സർവേഷൻ പരിശോധനയ്ക്കായി ഷൊർണൂർ നഗരസഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വൃത്തിയുള്ള നഗരമാണ് പ്രധാനം. ഇതിന്റെ ഭാഗമായുള്ള അലങ്കാര ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതും ചിത്രങ്ങൾ വരച്ചും പെയിന്റിംഗ് നടത്തിയുമുള്ള പ്രവർത്തനങ്ങൾ നഗരത്തിന്റെ പല ഭാഗങ്ങളുമായി പുരോഗമിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ നഗരസഭാ കണ്ടിജന്റ് തൊഴിലാളികളായ ബിജു ജോസ്, ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഈ വർഷത്തെ സ്വച്ഛ് സർവേഷൻ പരിശോധനയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഒരു ടീം മെയ് 2-ാം വാരത്തിൽ ഷൊർണൂരിലെത്തിച്ചേരും. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന്റെ GFC 3 സ്റ്റാർ പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ നഗരസഭ കൂടിയാണ് ഷൊർണൂർ നഗരസഭ. ഇനി 5 സ്റ്റാർ പദവി നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണിപ്പോൾ ഷൊർണൂർ നഗരസഭ. മാത്രമല്ല, കഴിഞ്ഞ വർഷം സ്വച്ഛ് സർവേഷൻ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ ആകെ നഗരങ്ങളിൽ 108-ാം സ്ഥാനത്താണ് ഷൊർണൂർ നഗരസഭ എത്തി നിൽക്കുന്നത്. ഈ വർഷം ആദ്യത്തെ 50 നഗരങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു നഗരസഭയായി മാറ്റാനുള്ള പരിശ്രമങ്ങളും നടന്നുവരികയാണ്. ഇതിനായി കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, തൊഴിലാളികൾ ഒന്നടങ്കം പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുടിവെള്ളം കിട്ടാക്കനിയായി. കുടങ്ങളും പാത്രങ്ങളുമായി സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തി. സമരക്കാർ ചെളികൾ കലർന്ന വെള്ളം കുപ്പികളിലാക്കി പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ സമർപ്പിച്ചു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവും നടന്നു. വന്നപ്പോ അടുത്ത് വന്ന് നിൽക്കുന്നു ടാങ്കർ ലോറി. എന്തിനാന്ന് ചോദിച്ചപ്പോ കുളിപ്പിക്കാൻ എടുക്കുന്ന നേരത്തെ വെള്ളം കൊണ്ടുവന്നതാണ്. 4 മിനിറ്റ് പറയാൻ കേൾക്കാൻ ആളുണ്ടോ? ഇവരെന്തിനാണ് കസേരയിൽ ഇരിക്കുന്നത്?
ഒരു നിമിഷം പോലും ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് ഇതോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പൂതങ്കോട് ഭാഗത്തു നിന്നെത്തിയ സമരക്കാർ കുടിക്കാൻ ഉപയോഗിക്കുന്ന ചെളി കലർന്ന വെള്ളം കുപ്പികളിലാക്കി പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ സമർപ്പിച്ച് പ്രതിഷേധിച്ചു. നിവേദനവും നൽകി. മുടങ്ങിപ്പോയ കുടിവെള്ള പദ്ധതികളുടെ റിപ്പയർ പണികൾ തീർക്കുക, പുതിയ പദ്ധതികൾ ഉടൻ പൂർത്തീകരിക്കുക, അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ അടിയന്തരമായി ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളായ CN ശിവദാസൻ, CK ഹരിദാസ്, CB ഹംസ, ശോഭ വാസുദേവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് ആരംഭിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കുത്തിയിരിപ്പ് സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഷൈജു ഉദ്ഘാടനം ചെയ്തു. TU മുരളീകൃഷ്ണൻ, TB രാമദാസ്, UJ ഹരിഗോവിന്ദൻ, ഗോപിനാഥ് പൊന്നാനി, പ്രതിഭ പൂതങ്കോട്, CO സദാനന്ദൻ, MC പൊന്നുകുട്ടൻ, നൌഷാദ് കരിമ്പ, ജെയ്സൺ ചാക്കോ, TC സന്തോഷ്, KR മനുപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിലുള്ള സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ കെട്ടിടത്തിന്റെ സീലിംഗിലെ സിമന്റ് പാളികൾ അടർന്നു വീണ നിലയിൽ. കാലപ്പഴക്കം ചെന്ന കെട്ടിടമായതിനാലാണിത്. സിമന്റ് പാളികൾ അടർന്നു വീണും കമ്പികൾ പുറത്തു കാണാനും തുടങ്ങിയതോടെ പകുതി ഭാഗം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയാണ്. അതേസമയം അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ 100 മീറ്റർ ഉള്ളോട്ടുമാറി ഉയർന്നു നിൽക്കുന്ന ഈ കാണുന്ന കെട്ടിടമാണ് സർക്കാരിന്റെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ. 1960-ൽ സ്ഥാപിതമായതാണ് ഈ കെട്ടിടം. കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് ഇപ്പോൾ ഈ കെട്ടിടം ചെറിയ തോതിൽ ശോചനീയാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാഠപുസ്തകങ്ങളുടെ വിതരണം ചിത്രീകരിക്കാൻ പോയപ്പോഴായിരുന്നു. വലിയ വിസ്തൃതിയിലാണ് ഉൾഭാഗം. സ്റ്റോറിൽ 3 വശങ്ങൾ തിരിച്ചാണ് പാഠപുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായി ഒരു ഹാൾ പൂർണ്ണമായി ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിലാണ്. സമയത്തെ 2 ഹാളിന്റെ കുറച്ചു ഭാഗവും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കെട്ടിടം കാലപ്പഴക്കം ചെന്നതിനെ തുടർന്നും മഴക്കാലമാകുമ്പോൾ കോൺക്രീറ്റ് സ്ലാബിലുള്ള ചോർച്ച വന്നതിനെ തുടർന്നുമാണ് സിമന്റ് പാളികൾ അടർന്നു വീണിരിക്കുന്നത്. പലയിടത്തും ദ്രവിച്ച കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയുമുണ്ട്. ചില ഭാഗങ്ങളിൽ ചോർന്നൊലിച്ച് പാടുകളുമുണ്ട്. അന്ന് ഇവിടെ സൂക്ഷിച്ച ബാക്കി വന്ന പാഠപുസ്തകങ്ങൾ കേടുപാടുകൾ സംഭവിച്ച നിലയിലായിരുന്നു കാണപ്പെട്ടത്. എന്തുതന്നെയാലും കെട്ടിടത്തിന്റെ കാലപ്പഴക്കം തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴാകട്ടെ 2 ഹാളിന്റെ കുറച്ചു ഭാഗത്താണ് പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതും ഇവ വിതരണം ചെയ്യുന്ന പ്രവൃത്തികളും നടന്നുവരുന്നത്. കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് AE ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ചു വർഷമേ ആയിട്ടുള്ളൂ. കെട്ടിടത്തിന്റെ 2ാം നില ഇല്ലാത്ത ഭാഗങ്ങളിലാണ് കോൺക്രീറ്റ് സ്ലാബിൽ ചോർച്ചയും മറ്റും അനുഭവപ്പെടാൻ ഇടയാക്കിയത്. ഇതേ തുടർന്ന് സിമന്റ് പാളികൾ നിലം പൊത്തിയ അവസ്ഥയാണ് ഇവിടെ കാണാനായത്. പല സമയങ്ങളിൽ ഈ വിഷയം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴാകട്ടെ കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സമാനമായ ഇത്രയും വലിയ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ കെട്ടിടം പ്രവർത്തിക്കുന്നത് നിലവിൽ തിരുവനന്തപുരത്താണ്. ഷൊർണൂരിലെ സ്റ്റോറിൽ നിന്നുമാണ് വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് ജില്ലയ്ക്ക് പുറമെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിലേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം നടന്നിരുന്നത്. എന്നാൽ ഇപ്പോഴാകട്ടെ ഈ സെന്ററിൽ നിന്നും പാലക്കാട് ജില്ലയിലേക്ക് മാത്രമാണ് പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മൺമറഞ്ഞ ദേശീയ ഫുട്ബോൾ താരം സിനാൻ ജലീലിന്റെ നിര്യാണത്തിൽ ഇറാം ഗ്രൂപ്പ് വെൽഫെയർ ട്രസ്റ്റ് അനുസ്മരിച്ചു. പതിരിപ്പാല അലയൻസ് അരീന ടർഫിൽ നടന്ന അനുസ്മരണ യോഗം മുൻ കേരള ഫുട്ബോൾ താരങ്ങളായ CM മുഹമ്മദ് ഹനീഫ, TM സുധീർ എന്നിവർ ചേർന്ന് ഫുട്ബോൾ കളിക്കാർക്ക് ഫലവൃക്ഷ തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകൻ റിട്ടയേർഡ് SI സുരേഷ് അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകരായ KKA റഹ്മാൻ, ഷംസുദ്ദീൻ മാകുറിശി, ജാഫർ പത്തിരിപ്പാല, ലീല ബാലകൃഷ്ണൻ, PA സാദിഖ്, അനസ്, കമറുദ്ദീൻ, അബ്ദുൾ റസാഖ്, ഷമീർ, അൽത്താഫ് എന്നിവർ സംസാരിച്ചു. നീതി നിഷേധത്തിൽ കുടം കമിഴ്ത്തി പ്രതിഷേധിച്ച് പ്ലാച്ചിമടയിലെ അമ്മമാർ. കോളവിരുദ്ധ സമരത്തിന്റെ 24ാം വാർഷികത്തിലാണ് ആദിവാസി അമ്മമാർ കുടം ശിരസിൽ കമിഴ്ത്തി പ്രതിഷേധിച്ചത്. ഇനി വരുന്ന സർക്കാർ നിലവിലെ സർക്കാരിൽ നിന്നും വ്യത്യസ്തമായി ട്രിബ്യൂണൽ ഉത്തരവ് നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷ. പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമരസമിതിയുടെ കോള വിരുദ്ധ സമരത്തിന്റെ 24ാം വാർഷികത്തിന് ആദിവാസി അമ്മമാർ കുടം ശിരസിൽ കമിഴ്ത്തി നടത്തിയ നാരി നീർ സമരത്തോടനുബന്ധിച്ച് നടന്ന കൊക്കക്കോള വിരുദ്ധ സമര സമ്മേളനമാണ് പുതിയ സർക്കാരിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച പ്രതീക്ഷ പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ നേതാവായിരിക്കെ നിയമസഭയിൽ പ്ലാച്ചിമട ട്രിബ്യൂണൽ ബില്ല് ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതുകൊണ്ട് സതീശന് മുൻകൈയുള്ള ഒരു സർക്കാർ തുറന്നു വരണമെന്ന് പ്ലാച്ചിമട സമരസമിതി ആഗ്രഹിക്കുന്നതായും സമരസമിതി അറിയിച്ചു. പ്ലാച്ചിമടയിലെ സമരത്തിൻ്റെ 24ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നീതി നിഷേധ വർഷങ്ങളുടെ പ്രതീകാത്മകമായി 24 കുടങ്ങൾ ശിരസിൽ കമിഴ്ത്തി അമ്മമാർ കൊക്കക്കോള ഫാക്ടറി ഉപരോധിച്ച് ബുധനാഴ്ച സമരം നടത്തിയത്. പൊതുയോഗം
ആനമല മഹാത്മാഗാന്ധി ആശ്രമം ചെയർമാൻ അഡ്വക്കേറ്റ് രംഗനാഥൻ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ വെളയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഐക്യദാർഢ്യ സമിതി ചെയർമാൻ അമ്പലക്കാട്ട് വിജയൻ, ജനറൽ കൺവീനർ ഇസാബിൻ അബ്ദുൽ കരീം, കൺവീനർമാരായ കെ വി ബിജു, എം സുലൈമാൻ, സമരസമിതി കൺവീനർ കെ ശക്തിവേൽ, എം തങ്കവേൽ, സി മുരുകൻ, സി ശാന്തി, കെ സുന്ദരൻ എന്നിവർ സംസാരിച്ചു. കുടങ്കമഴ്ത്തി സമരത്തിന് കണ്ടിയമ്മ, കെ പാപ്പാത്തി, രാമാത്തോൾ, കുഞ്ഞിദേവി, വേലുമണി, സത്യവേണി എന്നീ ആദിവാസി അമ്മമാർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാധ്യമപ്രവർത്തകർക്കെതിരെ BJPയുടെ ഭീഷണിയും സൈബർ ആക്രമണത്തിനും എതിരെ മാധ്യമപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ട മൈതാനം 5 വിളക്കിന് മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി സി ബാലൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ മാധ്യമ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും നിഷേധിച്ച് ജനാധിപത്യം അട്ടിമറിക്കാനാണ് NDA ശ്രമിച്ചത്. വോട്ടിന് നോട്ടും സാരി നൽകലുൾപ്പെടെ ജനാധിപത്യ വിരുദ്ധ മാധ്യമപ്രവർത്തനങ്ങളാണ് പുറത്തുകൊണ്ടുവന്നത്. തങ്ങൾക്കിഷ്ടമില്ലാത്ത വാർത്ത വന്നാൽ ഭീഷണിയായി രംഗത്ത് വരുന്നതിനെ കോൺഗ്രസ് അംഗീകരിക്കില്ല. NDAയുടെ ഭാഗത്തു നിന്ന് മാധ്യമ പ്രവർത്തനങ്ങൾക്ക് നേരെ ഭീഷണിയുണ്ടായിട്ടും മാസം മൗനം തുടരുന്ന നിലപാട് രണ്ടു കൂട്ടരും ഒരേ നാണയത്തിന്റെ വശങ്ങളാണെന്നതിന്റെ തെളിവാണ്. NDA മുന്നണിയുടെ നെറികെട്ട രാഷ്ട്രീയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർക്കുമെന്നും മാധ്യമപ്രവർത്തകർക്ക് എല്ലാ സംരക്ഷണവും കോൺഗ്രസ് നൽകുമെന്നും സി ബാലൻ പ്രസ്താവിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. UDF നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, നേതാക്കളായ M കൃഷ്ണൻ, V മോഹനൻ, ഹരിദാസ് മച്ചിങ്ങിൽ, KR ശരരാജ്, മോഹൻ ബാബു, K പ്രതിഭ, മണ്ഡലം പ്രസിഡന്റുമാരായ SM താഹ, S സേവിയർ, രമേശ് പുത്തൂർ, D സജിത് കുമാർ, R ശ്രീകുമാർ, H മുബാറക്, HA സത്താർ, K അനീഷ്, S കാജ ഹുസൈൻ, കൃഷ്ണപ്രസാദ്, ഷെരീഫ് റഹ്മാൻ, കാജ H ജയലാവുദ്ദീൻ, PM ശ്രീവത്സൻ, A സലീം, MK സിദ്ധാർത്ഥൻ, P ഗോപി, H സിയാവുദ്ദീൻ, H സിയാവുദ്ദീൻ, R ഷമീർ, ഉമർ ഫാറൂഖ്, അരുൺ യാക്കര, അനന്തൻ വടക്കന്തറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവ് പൂരമഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണേന്ദ്രൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടിയേറ്റത്തിന് അകമ്പടിയായി പഞ്ചവാദ്യമുണ്ടായി. തുടർന്ന് സദനം ജിതിന്റെ നേതൃത്വത്തിൽ പ്രത്യേക തായമ്പകയും അരങ്ങേറി. ഏപ്രിൽ 25 ശനിയാഴ്ചയാണ് പൂരം. പൂരത്തിന്റെ ഭാഗമായി 11 ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പൂരം ദിവസം രാവിലെ സോപാന സംഗീതം, തുടർന്ന് പഞ്ചാരി മേളം, വൈകുന്നേരം വിവിധ വേലകളുടെ വരവ്, തുടർന്ന് ഡബിൾ തായമ്പക, അതിനുശേഷം ദേവി ചണ്ഡിക ബാലെ ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ലോറിയിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. ടിപ്പർ ഓടിച്ചിരുന്ന കൂണിത്തറ സ്വദേശി രാജഗോപാലിനായിരുന്നു സാരമായി പരിക്കേറ്റത്. കണ്ണിയമ്പുറത്തിനും ഈസ്റ്റ് മനുശ്ശേരിക്കും മധ്യയായിരുന്നു അപകടം. ബുധനാഴ്ചയായിരുന്നു അപകടം. കണ്ണിയമ്പുറത്തിനും ഈസ്റ്റ് മനുശ്ശേരിക്കും മധ്യയായിരുന്നു അപകടം സംഭവിച്ചത്. വാണിയംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടിപ്പറാണ് പാതയോരത്തെ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മുൻവശം തകർന്ന ടിപ്പറിന്റെ ക്യാബിൻ പൊളിച്ചാണ് ഡ്രൈവറെ നാട്ടുകാർ പുറത്തെടുത്തത്. മുഖത്ത് പരിക്കേറ്റ ഡ്രൈവർ രാജഗോപാലിനെ പിന്നീട് കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്രിപ്പാല ജുമാ മസ്ജിദിന്റെ പുനർനിർമ്മാണത്തിനായി ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായും യുവതീ യുവാക്കൾക്ക് ഭീതി അവബോധം നൽകുന്നതിനുമായി പത്രിപ്പാലയിലെ യുവാക്കളുടെ കൂട്ടായ്മയിൽ സംഘടിപ്പിച്ച ദ്വിദിന മതപ്രഭാഷണ സദസ്സ് തുടങ്ങി. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ ബഷീർ ഹാജി അധ്യക്ഷത വഹിച്ചു. പത്തിരിപ്പാല തെക്കേക്കര റോഡിൽ ദാറുസലാം നഗറിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉസ്താദ് കുമ്മനം നിസാമുദ്ദീൻ ഹസ്കരി മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മ എന്ന ലോകം വിഷയത്തിലാണ് പ്രഭാഷണം. PM യൂസഫ്, TA അബ്ദുൾ അസീസ്, KV ബഷീർ ഹാജി, യുവജന കമ്മിറ്റി ഭാരവാഹികളായ CB നൌഫൽ, TS അബൂ താഹിർ, TA സക്കറിയ, AA ഷിഹാബ്, TA താഹിർ, നബീൽ, TB ഫൈറൂസ്, റംഷാദ് എന്നിവർ സംസാരിച്ചു. ബഹൽ ഖത്തീബ് ജാഫിർ ഫൈസി സ്വാഗതം പറഞ്ഞു. ബുധനാഴ്ച രാത്രി അഹമ്മദ് കബീർ ഭാഗവിയുടെ പ്രഭാഷണം സ്വാഗതം പറഞ്ഞു.
പ്രിയപ്പെട്ട മുഹമ്മദ് നിജിരാജ് ഗുലാമെന്നും വിശിഷ്യ ഈ മഹല്ല് ജമാഅത്തിന്റെ ആശീർവാദത്തോടുകൂടി ഇവിടുത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് നമുക്ക് മുഖേന അറിയാം. ദീനിയായ ഇത്തരം സംരംഭങ്ങളും മഹലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പഴക്കമുള്ള ഒരു യുവനിരയാണ് നമ്മൾ മഹലിലുള്ളത്. അവര് മഹല്ല് ജമാഅത്തിന്റെ ഭീമമായ വലിയൊരു പദ്ധതിയാണ് ഈ നമ്മുടെ പള്ളി പുനരുദ്ധരിക്കുക എന്നുള്ള അത്യാവശ്യം കൂടിയാണ്. അത് അലങ്കാരത്തിന് വേണ്ടിയിട്ടല്ല, വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ വലിയ ഭീമമായ സംഖ്യ ഉപയോഗിച്ച് പുനർനിർമ്മാണത്തിന് ഒരുങ്ങി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശ്രീ ആദിശങ്കരരുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് ശൃംഗേരി ശ്രീ ശാരദാംബ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരള ബ്രാഹ്മണ സഭ കൽപ്പാത്തി ഉപസഭയും പാലക്കാട് ശൃംഗേരി മഠവും സംയോജിച്ച് ശങ്കര ജയന്തി ആഘോഷ നാമജപവേദ ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. വേദഘോഷയാത്ര ശൃംഗാരിമഠം ധർമാധികാരി കരിമ്പുഴ രാമൻ ഉദ്ഘാടനം ചെയ്തു. കൽപ്പാത്തി രാമധ്യാന മഠത്തിൽ നിന്നും ആരംഭിച്ച 12ാം തെരുവ്, കൽച്ചട്ടി തെരുവ്, ചാത്തപുരം, പഴയ കൽപ്പാത്തി, ഗോവിന്ദരാജപുരം, വൈദ്യനാഥപുരം, പുതിയ കൽപ്പാത്തി എന്നീ അഗ്രഹാരങ്ങളിലൂടെ പ്രദക്ഷിണം വെച്ച് രാമധ്യാന മഠത്തിൽ സമാപിച്ചു. വേദഘോഷത്തിന് ശൃംഗേരി ശ്രീ ശാരദാംബ ക്ഷേത്രം വേദപാഠശാല അധ്യാപകരായ നിർമ്മൽ, ദാരഹാസ്, സായി കൃഷ്ണ, കാർത്തിക്, ഷെഹാദ്രി, കേരള ബ്രാഹ്മണ സഭ കൽപ്പാത്തി ഉപസഭാ ഭാരവാഹികളായ പ്രസിഡന്റ് പി കാശി വിശ്വനാഥൻ, സെക്രട്ടറി ടി സന്താന ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് പി കെ രാമൻ, സെക്രട്ടറി ആർ വെങ്കിടാചലം, എം ആർ കൃഷ്ണൻ, എ വി രാജൻ, കെ വി കൃഷ്ണമണി, എം നാരായണൻ, വനിതാ വിഭാഗം സെക്രട്ടറി ലളിത ഗണേശൻ, ശ്യാമള കൂടാതെ അഗ്രഹാര നിവാസികൾ എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വേദനയുടെ ആഴം പറയാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വിശദമായ അന്വേഷണം വേണമെന്നും ഇപ്പോൾ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക അന്തിമമാകരുതെന്നും സണ്ണി ജോസഫ്. പ്രായം, സാമ്പത്തിക സ്ഥിതി എന്നിവ കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നൽകണമെന്നും പോരായ്മകൾ ഉണ്ടായാൽ ചൂണ്ടിക്കാട്ടുമെന്നും KPCC അധ്യക്ഷൻ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി മരിച്ചു. മുതുതല കോഴിക്കോട്ടിരി കുളിക്കാം വളപ്പിൽ 45 വയസ്സുള്ള പ്രവീണാണ് മരിച്ചത്. സ്വച്ഛ് സർവേഷൻ പരിശോധനയ്ക്കായി ഷൊർണൂർ നഗരസഭ ഒരുങ്ങുന്നു. ഈ വർഷത്തെ സ്വച്ഛ് സർവേഷൻ പരിശോധനയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥ ടീം മെയ് 2ാം വാരത്തിൽ ഷൊർണൂരിലെത്തും. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ GFC 3 സ്റ്റാർ പദവിയിലുള്ള ഷൊർണൂർ നഗരസഭ 5 സ്റ്റാർ പദവി നേടിയെടുക്കാനുള്ള പരിശ്രമത്തിൽ. കുടിവെള്ളം കിട്ടാക്കനി. കുടങ്ങളും പാത്രങ്ങളുമായി സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി. സമരക്കാർ ചെളി കലർന്ന വെള്ളം കുപ്പികളിലാക്കി പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ സമർപ്പിച്ചു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധം. ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ കെട്ടിടത്തിന്റെ സീലിംഗ് സിമന്റ് പാളികൾ അടർന്നു വീണ നിലയിൽ. കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് കോൺക്രീറ്റ് കമ്പികൾ പുറത്തു കാണുന്നു. ശോചനീയാവസ്ഥയെ തുടർന്ന് സ്റ്റോറിന്റെ കുറച്ചു ഭാഗം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിൽ. അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന് പ്രാരംഭ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.